കാലത്ത് പള്ളിയിൽ രാവിലെ പത്രം വന്നാൽ, ചന്ദ്രിക വന്നാൽ ആദ്യം തുറന്നു നോക്കണ എവിടെയെന്നറിയോ? ചരമക്കോളാ. എന്താ കാരണം? അന്നൊരു വിശ്വാസമുണ്ട്, മലക്കുൽ മൗത്ത് വന്നാൽ, അസ്രായിൽ വന്നാൽ ഒരു ഏരിയ മൂപ്പര് കവർ ചെയ്തിട്ടേ പോകാറുള്ളൂ എന്ന്. ഒരിടത്തൊരു ഒരു മരണം നടന്നാൽ പിന്നീട് ആ ചുറ്റുവട്ടത്തിൽ 5-6 ഉണ്ടാവും. അപ്പൊ അസ്രായിൽ ഇപ്പൊ എവിടെ ഡ്യൂട്ടി നോക്കണെന്ന് അറിയാനാണ് ഈ ചരമക്കോളം നോക്കണത്. അപ്പോ കായംകുളത്ത് ഫാത്തുമ്മ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഫാത്തുമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവിടുള്ള മുസ്ലിയാക്കന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇപ്പോ അരീക്കോട് അവറാൻ അരീക്കോട്ടുകാർ രക്ഷപ്പെട്ടു, സുബ്ഹാനല്ലാഹ്. ഈ വഴിക്കപ്പെടാ ഇസ്രായേൽ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്തിന്? നമുക്ക് ഭരിക്കാനാ? അല്ല, നാട്ടിലാരെങ്കിലും പിടിക്കണം, എന്നിട്ട് വേണം നമുക്ക് ജീവിക്കാൻ. ആ ഒരു മനസ്ഥിതിയിലേക്ക് പണ്ഡിത സമൂഹം മാറി. സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലൊരു ശവപ്പെട്ടി കച്ചവടക്കാരുണ്ടെന്ന് വിചാരിക്കാൻ, അയാള് തടി ഈർപ്പിച്ചു കൊണ്ടുവന്ന് നന്നായൊരു ശവപ്പെട്ടി പണിത് വീട്ടിൽ അല്ലെങ്കിൽ കടയുടെ മുന്നിൽ വെച്ചു, വിൽപ്പനക്ക് വേണ്ടി. ഇനി എന്തായിരിക്കും അയാളുടെ ദുആ? രാവിലെ എണീക്കും, ശവപ്പെട്ടിക്ക് മുന്നിലേക്ക് നോക്കും, സുബ്ഹാനല്ലാഹ്, കുട്ടിക്ക് സുഖമില്ല, അല്ലാഹുവേ പടച്ചോനെ ഇത് പോയിട്ട് വേണം എന്റെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ. ഇത് പോകണമെങ്കിലോ പടച്ചോനെ നീ ഒന്ന് കനിയണം. ഈ നാട്ടുകാരിവിടെ ജീവിക്കണം അയാൾ ചിന്തിക്കുക അല്ല, ഈ ശവപ്പെട്ടി ഒന്ന് പോയി കിട്ടണം എന്നാ അല്ലേ? ഈ ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്ഥിതിയിലേക്ക് തരംതാന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യം പ്രമാണങ്ങളെ പരിപൂർണമായും മാറ്റിവെച്ചു, തെളിവിനെ പരിപൂർണമായും മാറ്റിവെച്ചു. ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങളെ പരിപൂർണമായും മാറ്റിവെച്ചിട്ട് എന്തെടുത്തു? നാട്ടാചാരങ്ങൾ, നാട്ടുമാമൂലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഉപജീവനത്തിന് മാർഗം അന്വേഷിച്ചു. ഇതിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം ശബ്ദിച്ചത്. ഇത് പാടില്ലെന്നാണ് മുജാഹിദുകൾ പറഞ്ഞത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ നടക്കേണ്ടവരാണ്, ദീൻ പഠിപ്പിക്കേണ്ടവരാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥമായ മാർഗം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷേ ആ ഒരു മാർഗം സ്വീകരിക്കാതെ സമൂഹത്തിനൊപ്പിച്ചു നീങ്ങുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം സ്വീകരിച്ചത് കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി ഈ സമൂഹം അധപ്പതിച്ചു പോയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ, കേരള സമൂഹത്തിന്റെ അവസ്ഥ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ മാധുര്യം അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹം, തൗഹീദിന്റെ യഥാർത്ഥമായ മാധുര്യം എന്തു എന്ന് അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹം, വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം, ആ ആദർശം ഒരു മനുഷ്യന് നൽകുന്ന മനസ്സമാധാനം നൽകുന്ന ആ മനസ്സമാധാനത്തിന്റെ ആ മാധുര്യം അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹം, ആ സമൂഹമായ മുസ്ലിം സമൂഹം അധപ്പതിച്ചു പോയി. എന്തുകൊണ്ട്? അവർ യഥാർത്ഥമായ ഇസ്ലാം, പൂർണ്ണമായ ഇസ്ലാം അതിനെ പഠിക്കാൻ, ആ ഇസ്ലാമിന്റെ തൗഹീദിനെ പഠിക്കാൻ, ആ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളെ പഠിക്കാൻ തയ്യാറായില്ല. അതിന് പകരം ഒരു സങ്കര സംസ്കാരം കൊണ്ട് മുസ്ലിം സമൂഹം തൃപ്തിപ്പെട്ടു. ഒരു സങ്കര സംസ്കാരം കൊണ്ട് മുസ്ലിം സമൂഹം തൃപ്തിപ്പെട്ടു. ഇത് വെറുതെ പറയുകയല്ല, ഒരു ആരോപണം ഉന്നയിക്കുകയല്ല, നേരെ മറിച്ച് അതിനെ സംബന്ധിച്ച് ഒരു മുസ്ലിയാർ തന്നെ പറയുന്നത് വ്യക്തമായി കേട്ടോളൂ. നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ അകോമ്പുറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ അകോമ്പുറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖയ്യത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കയറി വന്നതാണ്. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം, അങ്ങനെ തന്നെയാണ് കാര്യം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ ബഖയ്യത്ത് ശിർക്ക് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. മുസ്ലിം സമൂഹം ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ലാത്തവരാണ്, ശിർക്ക് പരിപൂർണമായും ഒഴിവാക്കേണ്ടവരാണ്, ശിർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെയും അത്ര ഗൗരവത്തോടെ പറഞ്ഞ വിഷയമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതേ ലോകത്ത് കഴിഞ്ഞുപോയ സർവമാന പ്രവാചകന്മാർക്കും വഹയി നൽകപ്പെട്ട, ബോധനം നൽകപ്പെട്ട ആ കാര്യം അതെന്താ? ലഇൻ അശ്റക്ത, ഓ പ്രവാചകന്മാരെ, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ പാഴാക്കി കളയുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങളെ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ ശിർക്ക് നിങ്ങളുടെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്നതാണ്.
അതുകൊണ്ട് ശിർക്ക് ചെയ്യരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാമെങ്കിൽ നിങ്ങളിൻ സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ അറിയാതെ ബഖിയത്തു ശിർക്ക്, ആ ശിർക്കിന്റെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നാണ്. ഇത് വെറുതെ ഒരാൾ തന്റെ അനുമാനം പറഞ്ഞത് മാത്രമല്ല, നേരെ മറിച്ച് ഈ ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രം പഠിച്ച എല്ലാവരും ഇത് രേഖപ്പെടുത്തിയത് കാണാം. ഇതൊരു മുസ്ലിയാർ പറഞ്ഞതാണ് കേട്ടതെങ്കിൽ എന്റെ കയ്യിലുള്ളത് ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന് പറയുന്ന പൂങ്കാവനം പബ്ലിക്കേഷൻ പുറത്തുവിട്ട പുസ്തകമാണ്. ഈ പുസ്തകം അതിന്റെ എഡിറ്റർ ഇൻ ചീഫ് ഹുസൈൻ രണ്ടത്താണിയാണ്. ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുമ്പോൾ ആരാണ്, എവിടെയുള്ള ആളാണ്, ഏതാ ഗ്രൂപ്പ് എന്നൊന്നും ഞാൻ പറയേണ്ടില്ല. ഈ അടുത്ത സമയത്ത് പൊന്നാനിയിൽ പ്രമാദമായ ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായ അതേ ഹുസൈൻ രണ്ടത്താണി എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള പൂങ്കാവനം പബ്ലിക്കേഷൻ പുറത്തുവിട്ട ഇസ്ലാമിക വിജ്ഞാനകോശം അതിന്റെ 78ാമത്തെ പേജിൽ പറയുകയാണ്, മതം മാറിയ ജനം പൂർവ്വ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഇവിടെ കടന്നു വരുമ്പോ ഹൈന്ദവരാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് വെളിയങ്കോടുള്ള ഉമർ ഖാദി അദ്ദേഹത്തിന്റെ നാട്ടിൽ ചില ആളുകൾ തറവാടിന്റെ പേര് പറഞ്ഞ് പൊങ്ങച്ചം നടിച്ചപ്പോ അവരെ നോക്കിക്കൊണ്ട് പാട്ടുപാടിയത് അയാ ഫാഖിറം ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകു മിൻ ഖബ്ലു തിയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പാണരു വകൊയപ്പാനു ചെട്ടി വനായാടി പറയരൂ. അല്ല, തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം നടിക്കുന്നവനെ ഏതടിസ്ഥാനത്തിലാണ് തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് നീ പൊങ്ങച്ചം നടിക്കുന്നത്? കാരണം നിന്റെ അസുല് നീ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അടിസ്ഥാനം നീ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ നീ അന്വേഷിച്ചു പോയാൽ ഒന്നുകിൽ തീയരോ നായരോ ആശാരിയോ മൂശാരിയോ മണ്ണാനോ പാണനോ പറയരോ അങ്ങനെ ഒരു തറവാട്ടിലായിരിക്കും നിന്റെ അസുല് ചെന്നെത്തുക. അതുകൊണ്ട് തന്നെ തറവാടിന്റെ പേര് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കാൻ നിനക്കെന്ത് അവകാശമുണ്ടെന്ന് ഉമർ ഖാദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യത്യസ്ത മതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങളുടെ പഴയ ആചാരങ്ങളെ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. ഇരിപ്പിലും നടപ്പിലും ഇത് ദൃശ്യമായി. ഇരിപ്പിലും നടപ്പിലുമൊക്കെ അത് ദൃശ്യമായി എന്നാണ്. വിദേശ മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നു. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായി. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായ ഒരു സംസ്കാരമായി. യഥാർത്ഥമായ ഇസ്ലാം, പൂർണ്ണമായ ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹം കൂപ്പുകുത്തി. അപ്പോ പ്രമാണം ഉദ്ധരിച്ച് തെളിവുദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം പഠിച്ചവർ മുഴുവൻ അത് രേഖപ്പെടുത്തി. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സങ്കര സംസ്കാരത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം. ഇസ്ലാമിന്റെ തൗഹീദ് അത് പൂർണ്ണതയോടെ ഉൾക്കൊള്ളണം. ഇസ്ലാമിലെ സുന്നത്ത് അതിന്റെ പൂർണ്ണതയോടെ ഉൾക്കൊള്ളണമെന്ന് ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്യാൻ കടന്നു വന്ന പ്രസ്ഥാനം അതാണ് മുജാഹിദ് പ്രസ്ഥാനം. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സങ്കര സംസ്കാരം രൂപപ്പെട്ടു എന്ന് ഒരു കമന്റ് പറഞ്ഞു പോകുക മാത്രമല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് വസ്തുനിഷ്ഠമായി നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അന്തുമുൽ അലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച, അല്ലാഹു പറഞ്ഞ ഉന്നതരായ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണിയത് ഒന്ന് പരിശോധിച്ചു നോക്കൂ മാന്യ സഹോദരങ്ങളെ. ഈ സംസ്കാരം അത് സംസ്കാരത്തിൽ മാത്രമല്ല, അത് പ്രകടിപ്പിക്കുന്നതിൽ പോലും ആ സങ്കരത്വം നിലനിർത്തി മുസ്ലിം സമൂഹം. അതിന്റെ തെളിവ് മലങ്ക് ഷാ ഔലിയാടെ ദർഗയിൽ, ആ ദർഗയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നേർച്ച വസ്തു എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് മണ്ണും കുറച്ച് ഭസ്മവുമാണ്. ആ മണ്ണ് എവിടുന്നാ ശേഖരിക്കുന്നത്? ആ മക്ബറയിൽ കൊള്ളുന്ന പറമ്പിൽ നിന്ന്. ഭസ്മം എവിടുന്ന? അടുത്ത ക്ഷേത്രത്തിൽ നിന്ന്. അത് രണ്ടും കൂടി മിക്സാക്കി ഒരു സങ്കര നേർച്ച, അതാണ് അവിടെ നൽകുന്നത് എന്നാണ്. വ്യക്തമായി തന്നെ മലങ്ക് ഷാജാറത്തിലെ കമ്മിറ്റി മെമ്പർ തന്നെ അത് പറയുന്നു കേട്ടു. ചരിത്രം എന്ന് വെച്ചാൽ ഫുള്ളായിട്ടില്ല, നമുക്ക് മാക്സിമം നമുക്ക് അറിഞ്ഞത് പറയാം എന്ന് മാത്രം. നമ്മുടെ പേര് അബ്ദുൾ റഹീം, കമ്മിറ്റിയിലെ ഒരു മെമ്പർ. ചരിത്രം നമുക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. പക്ഷേ ഇവര് മലങ്ക് ഷാ ഔലിയ എന്ന് പറയും. മലങ്ക് ഷാ എല്ലാ ദിവസങ്ങളിലും ആൾ വരാറുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല, ഇഷ്ടംപോലെ എല്ലാം.
എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം മതമൈത്രിയാണല്ലോ, എല്ലാ മതക്കാരും വരാറുണ്ട്. ഓ അത്യാവശ്യം മണ്ണാർക്കാട് ഭാഗങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാനുണ്ടല്ലോ വണ്ടികളിൽ വരും. ആ ബസ്സിൽ വന്നിട്ട് ബസ് ഇവിടെ വരില്ല, റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട് സിയാറത്ത് ചെയ്ത് പോകാം. കൂടുതൽ ആ ഭാഗത്തുനിന്ന് വരാനുണ്ട്, മലപ്പുറം മണ്ണാർക്കാട് ഈ ഭാഗങ്ങൾ, കാഞ്ഞിരപ്പുഴ ഞങ്ങളിവിടെ കൊടുക്കാറുള്ളതാണ്. ഞങ്ങൾ ഈ പൂമണ്ണ് കൊടുക്കും, അമ്പലത്തിൽ ഭസ്മം കൊടുക്കും, അതായത് വിഭൂതി, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അസുഖമുള്ളവർക്ക് ലേശം വെള്ളത്തിലിട്ട് വെള്ളം കഴിക്കാൻ കൊടുക്കും. അത്ര തന്നെ. ഇത് തന്നെ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് പഴയ കാലം തൊട്ട്. ഭസ്മം കൊടുക്കും, ഞങ്ങൾ ഈ മണ്ണും കൊടുക്കും. ഇതാണ് പ്രധാനം. ഇത് അവർ ഉപയോഗിക്കും, വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ കഴിക്കുക. അതിൽ കല്യാണം കഴിക്കാത്തവർക്ക് ലേശം മോരൊക്കെ കഴുകുക. ഈ മണ്ണ് ഇതന്നെ ഈ സാധനം ഞങ്ങളുടെ ഈ കാമ്പൗണ്ടിൽ നിന്ന് 2 മുഴത്തിന് താഴെ എടുക്കുകയാണിത്. ഇത് വന്നിട്ട് മാക്സിമം പഴയ ആചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മുഴത്തിന് താഴെ എടുക്കുക, ഈ കാമ്പൗണ്ടിലുള്ള എടുക്കും. എടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മൂടി വയ്ക്കുക. പിന്നെ ഇതിന് ദിക്രി സലാത്തൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കുക. ഇത് തന്നെ മരുന്ന്, മണ്ണ് തന്നെ കൊടുക്കുന്നത്, മണ്ണ് മരുന്നായിട്ട് കൊടുക്കും. ഇത് പൂ മണ്ണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഈ ദർഗാന്റെ കാമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 മുഴത്തിൻ്റെ താഴെ വെട്ടിയെടുക്കാറുള്ളത്. വെട്ടിയിട്ട് അത് മൂടി വെച്ചാൽ പിന്നെ 2, 3, 4 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റില്ല. ഏത് അല്ലല്ല, അത് അമ്പലത്തിൽ ഭസ്മം അവർ പൂജയ്ക്ക് വെച്ചിട്ട് പോകും. രണ്ടും മിക്സ് ചെയ്യും. പഴയ ആചാരം അങ്ങനെയാണ്, അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ചിലവർ വീട് വെക്കില്ല എന്ന് കണക്ക് കൂട്ടി അവരൊരു നീയത്ത് വയ്ക്കും, വിറ്റ് കിട്ടണമെന്ന് 4 മൂലയ്ക്ക് കൊണ്ട് ഇടാറുണ്ട്. അപ്പോൾ അത് വിറ്റ് കിട്ടും, വന്ന് വല്ല വഴിപാടുണ്ടെങ്കിൽ അവർ ചെയ്യും. വഴിപാടെന്ന് വെച്ചാൽ ഇതന്നെ അന്നദാനം, ചോറ്, പാച്ചോറ്, കൂടുതൽ ഇഷ്ടംപോലെ ചാപ്പാട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകണം. കണ്ടോ, ഇഷ്ടംപോലെ ചാപ്പാടുണ്ടാവുന്നു. അതൊക്കെയാണ് അതിൻ്റെ ആത്യന്തികമായ വശങ്ങൾ. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് മലങ്കിശ ദർഗയിൽ കൊടുക്കണ എന്താ, കുറച്ചു മണ്ണ് കുറച്ച് ഭസ്മം സങ്കരമാക്കി കൊടുക്കുകയാണ്. ആ നേർച്ച വസ്തുവിൽ പോലും ആ സങ്കര സംസ്കാരം രൂപപ്പെട്ടു വന്നു എന്നാണ് ഇസ്ലാം